കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മെസ്സിയെ വരവേൽക്കാനായി മെസ്സിയെ കൊണ്ടുവന്ന് കളിപ്പിക്കാനായി അന്താരാഷ്ട്ര നിലവാരത്തിൽ പണിത കലൂരിലെ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ചോർന്നൊലിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് വൈകുന്നേരം അവിടെ കളി നടക്കുന്ന സാഹചര്യത്തിലാണ് രാവിലെ ഇപ്പോൾ സ്റ്റേഡിയം ചോർന്നൊലിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായിരിക്കാം ഈ ഒരു അനാസ്ഥ? ഇതിപ്പോൾ സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ സാധിക്കുമോ? അതോ ഹർഷയോട് ആരാണ് പറഞ്ഞത് ചോർന്നൊലിക്കുന്ന ദൃശ്യങ്ങളാണെന്ന്? അത് വളരെ തെറ്റായിട്ടുള്ളൊരു സന്ദേശമാണ് ജനങ്ങൾ കൊടുക്കുന്നത്. നമ്മളൊരു അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്ന സമയത്ത് മെസ്സിയെ പോലുള്ളൊരു താരം വരുമ്പോൾ അവർക്ക് ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പുതിയ ടെക്നോളജി പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷവറാണത്. അതെ, നേച്ചറിൽ നിന്നും ലഭിക്കുന്ന അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള വെള്ളത്തിലൂടെ നമുക്ക് റിഫ്രഷ്മെന്റ്. അത്രയും വലിയ അന്താരാഷ്ട്ര സ്റ്റേഡിയം പണിയുമ്പോൾ ഒരു ശക്തമായിട്ടുള്ള ഒരു ഷവർ വേണമെന്ന് അതിന്റെ നിർമ്മാതാക്കൾ ഉദ്ദേശിച്ചതാണ്, സ്പോൺസർമാർ ഉദ്ദേശിച്ചാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയമാണ്, അത് മറക്കരുത്. അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയത്തിൽ നിന്ന് ചോർച്ച വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള സന്ദേശമാണ് നമുക്ക് കൊടുക്കുന്നത്. ചോർച്ചയല്ല, അത് മെസ്സിക്ക് കുളിക്കാനുള്ള ഒരു ഷവർ ആയിരുന്നു. പുതിയ ടെക്നോളജി പ്രകാരം ഉണ്ടാക്കിയ ഷവറാണ്. അതെ, ഇപ്പോൾ പക്ഷേ ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പൊതുജനങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അവർ പറയുന്നത് വലിയ തൂണുകൾ കണ്ടപ്പോൾ മരമാണെന്ന് കരുതി മുറിച്ചുകൊണ്ട് പോയതായിരിക്കാം, അതായിരിക്കാം അവിടെ വെള്ളം വരാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്നൊക്കെയാണ് ജനങ്ങൾ പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും വളരെ മികച്ച ഒരു ഈ ഒരു രീതിയിലാണെങ്കിൽ വളരെ മികച്ച ഒരു പണികളാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിൽ നടന്നിരിക്കുന്നത്. അതെ, നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അഗസ്റ്റിൻ പ്രദേശ് റിപ്പോർട്ടർ ചാനലിന്റെ അവരാണ് സ്റ്റേഡിയം പണിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ കോൺട്രാക്ട് എടുക്കുകയും പിന്നീട് സർക്കാരിന് തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. നമ്മളെല്ലാം പറയുന്നത് പോലെ അവര് മെസ്സിയെ കൊണ്ടുവരും. നമ്മുടെ മന്ത്രി വരെ പറഞ്ഞു, കായിക മന്ത്രി വരെ പറഞ്ഞു മെസ്സി വരുമെന്ന് പറഞ്ഞാൽ മെസ്സി വന്നിരിക്കുമെന്ന് സിനിമ ഡയലോഗിലെല്ലാം എല്ലാം പറഞ്ഞതാണ്. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ മെസ്സി വന്നില്ല. മെസ്സിക്ക് പകരം പുതിയ താരങ്ങൾ വരുമ്പോൾ മെസ്സിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഷവറിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പുതിയ താരങ്ങൾക്ക് നാളെ കളി നടക്കാൻ പോവുകയാണല്ലോ, അപ്പം വരാൻ പോകുന്ന താരങ്ങൾക്ക് ഫ്രഷ് ആകാനുള്ള അത് ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്ത് നോക്കിയാണ്, ഒരു മോക്ക് ടെസ്റ്റ് നടത്തിയതാണ്. ഷവർ ഇടുമ്പോൾ എങ്ങനെയാണ് വെള്ളം വരുന്നത്, കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളം വരുന്നുണ്ടോ, ഇത് വേണ്ടിയിട്ടൊരു മോക്ക് ടെസ്റ്റ് നടത്തിയാണ് നമ്മൾ ഇന്നലെ കണ്ട ചിത്രങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് അത് AI ഉപയോഗിച്ച് ആളുകൾ വളരെ മോശമായിട്ട് പ്രചരിപ്പിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. AI ആണത്. പിന്നീട് ആ ചിത്രങ്ങൾ കാണുന്ന മഴവെള്ളം അല്ലെങ്കിൽ ആ ജലം എന്ന് പറയുന്നത് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ജലമാണ്. ഒരു കളിക്കാരൻ കളിച്ച് ക്ഷീണിച്ച് നേരെ ചെന്ന് അതിന്റെ കീഴിൽ നിന്ന് കഴിഞ്ഞാൽ സുഖമായി കുളിച്ചു വരാൻ കഴിയുന്നൊരു അത്രയ്ക്ക് റിഫ്രഷ്മെന്റ് കൊടുക്കുന്ന ഒരു അടിപൊളി ടെക്നോളജിയാണത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു അഗസ്ത്യൻ പ്രദേശ് ആണ് ഇത്തരത്തിലുള്ള എല്ലാ അവിടുത്തെ പരിപാടികൾ അറ്റകുറ്റപ്പണികളെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ദീർഘവീക്ഷണത്തിൽ അവർ ഉണ്ടാക്കിയിട്ടുള്ള പദ്ധതിയാണ്. മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറയുന്നത് പോലെ ദീർഘവീക്ഷണത്തിൽ ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതിക്ക് വേണ്ടത് പിന്തുണകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ ആ പദ്ധതി ആക്ഷേപിക്കുകയോ ആ പദ്ധതിയിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിക്കുകയോ അല്ലെങ്കിൽ ആ പദ്ധതി അന്താരാഷ്ട്ര നിലവാരത്തിൽ കേരളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു സ്റ്റേഡിയം പണിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം. അതെ, ഇപ്പോൾ ആന്റോ അഗസ്റ്റിൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മളത് കൂടി സ്മരിച്ചു പോവുകയാണ്. മെസ്സിക്ക് വേണ്ടി ഇത്രയും നല്ല രീതിയിൽ ഒരു പണി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നന്ദിയോടുകൂടി നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിനുവേണ്ടി ചെലവഴിച്ചു എന്ന് പറയപ്പെടുന്ന പണം എവിടെ, അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേഡിയം ഇവർ ഉദ്ദേശിച്ച രീതി ഇത് തന്നെയാണ്. ചിലപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന രീതി ഇങ്ങനെ ആയിരുന്നിരിക്കാം. നമ്മുടെ കണ്ണിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു സ്റ്റേഡിയത്തിന്റെ ലുക്ക് ഇതല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. എനിക്ക് അവിടെ ഏറ്റവും വലിയൊരു സംശയം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ കാണികൾ ഇരിക്കുന്ന ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഷവർ വരുന്നത്. അല്ല, ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു മെസ്സി വരുന്ന സമയത്ത് ഈ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീറ്റുകളൊക്കെ ചിലപ്പോൾ റീഅറേഞ്ച് ചെയ്യുമായിരിക്കും. ചിലപ്പോൾ ഗാലറിയിലേക്ക് പോകാനുള്ള വഴിയിൽ, അതായത് നമുക്കറിയാലോ ഇപ്പോ പ്ലേയേഴ്സ് കളിച്ച് ക്ഷീണിച്ച് ഗാലറിയിലൂടെ ആയിരിക്കും നടന്നു വരുന്നത്. ആ സമയത്ത് അവർക്ക് റിഫ്രഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതി ആയിരിക്കാം. പക്ഷേ ഇപ്പോ കാണികളുടെ ഇടയിലാണ്, സീറ്റിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ഷവർ സ്ഥാപിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഉടനെ തന്നെ ആ ഷവർ അവിടുന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും വെക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അന്താരാഷ്ട്ര നിലവാരം എന്ന് പറയുന്ന ഒരു സ്റ്റേഡിയത്തിനെ മോശപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഹർഷ തന്നെ പറയുന്നത് പോലെ, ഇപ്പോൾ ഹർഷൻ ആദ്യം തുടങ്ങിയത് ഇതെന്താണ് വെള്ളരിക്ക പട്ടണമാണോ എന്ന് പറയുന്ന രീതിയിൽ സംസാരിച്ച ആ ശൈലി ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ ആളുകൾക്ക് എല്ലാവർക്കും തോന്നും എന്താണ് ഇതാണോ അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന് തോന്നും. അപ്പോൾ അതേപോലെ തന്നെ കാണികൾ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് മാറ്റിയിട്ട് പ്ലെയർമാരുള്ള സ്ഥലത്തേക്ക് ആ ഷവർ മാറ്റി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഇതിന്റെ പിന്നിലെ അഴിമതികളെ പറ്റിയാണെങ്കിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇപ്പോൾ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടതാണ്. അതിന്റെ വലിയ വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. പിന്നെ അതിലിരിക്കുന്ന മരമാണോ എന്നുദ്ദേശിച്ച് മുറിച്ച ആ ഒരു തൂണിനെ പറ്റിയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മുട്ടൽ മരമുറി വിഷയം
ആ വിഷയത്തെ ചുറ്റിപ്പറ്റിയാണ് ഇത്തരത്തിലുള്ള എല്ലാ ട്രോളുകൾ വരുന്നതും ഇത്തരത്തിലുള്ള തമാശ രീതിയിൽ. അപ്പോൾ നമുക്കറിയാം റിപ്പോർട്ടർ ചാനലിന്റെ തുടക്കം എവിടെ നിന്നാണ്. ഇപ്പോൾ അരുൺകുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ 24-ൽ ലോറിയിൽ ഇറങ്ങി വന്ന് മുണ്ടൊക്കെ കയ്യിലേക്ക് ഉടുത്ത് മുട്ടൽ മരമുറി കേസ് വിശാലമായി ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇതൊന്നുമല്ല യഥാർത്ഥ മുട്ടൽ മരമുറി കേസ്, എന്നോടൊപ്പം അതിൻ്റെ ഓണർമാരായിട്ടുള്ള ആ മരം മുറിച്ചിട്ടുള്ള ആളുകൾ എന്നോടൊപ്പം ഉണ്ട്, അവർ തന്നെ അതിന്റെ യാഥാർത്ഥ്യം പറയുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് മറ്റൊരു സീരീസിലേക്ക് അദ്ദേഹം പോകുന്നത് നമ്മൾ കണ്ടത്. അപ്പം റിപ്പോർട്ടർ ചാനൽ പറയുന്നത് ശരിയായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് നമ്മൾ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, റിപ്പോർട്ടർ ചാനൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ, ഇപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ വിവാദങ്ങൾ ഒഴിയുന്നില്ല. അതെ, വിവാദങ്ങൾ ഒഴിയുന്നില്ല. ഒരു മരം മുറിച്ചാൽ എന്താണ് വിഷയം? ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ആക്ഷേപിക്കണം, എന്താണ് വിഷയം? അതെ, ഒരു മരം, അതെ തീർച്ചയായിട്ടും ഒരു മരത്തിന്റെ കൂടെ കുറച്ച് മരങ്ങളും കൂടെ മുറിച്ചുപോയി. അതെ, മുറിച്ചുപോയി, എന്ത് ചെയ്യാൻ സാധിക്കും? മുറിച്ചു പോയല്ലോ, ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്തായാലും ഇത്രയും നല്ല ഇവിടെ ആരും ചെയ്യാത്തവരൊന്നും അല്ലല്ലോ, മരം മുറിക്കുന്നതും കൊണ്ടുപോകുന്നതും ഒന്നും ഇവിടെ ആരും ചെയ്യാത്തതൊന്നും അല്ലല്ലോ. അതെ, പക്ഷെ ഇത് കുറച്ച് കടന്ന മരമുറി ആയിരുന്നു. അതുകൊണ്ടാണ് കേരളം ഒട്ടാകെ ചർച്ച ചെയ്യുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. പക്ഷെ ഇപ്പൊ അവരെന്തായാലും പുറത്ത് നടക്കുകയാണ്. അധികം വൈകാതെ കുടുങ്ങുമ്പോൾ മരമുറി മാത്രമായിരിക്കില്ല ഈ പറയുന്ന അഗസ്റ്റിൻ ബ്രദേഴ്സിന്റെ തലയിൽ വരുന്ന കേസുകൾ എന്ന് തോന്നുന്നു. ഓരോ ദിവസവും ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അന്ന് കുറെ ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നത് പോലെ സുജിയ പാർവതി പോയതിന്റെ ശാപമാണോ ഇപ്പോൾ റിപ്പോർട്ടറിന്റെ നേതാക്കന്മാർക്കും വന്നുകൊണ്ടിരിക്കുന്നത്? അതിനു മുമ്പേ വലിയ വലിയ വിഷയങ്ങളുണ്ടാകും. സുജിയ പാർവതി പോയിട്ട് ഇപ്പോൾ കുറച്ച് നാളുകളാവുന്നുള്ളൂ. പക്ഷെ ആ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തിരുന്നില്ല. അല്ല, അതിനു മുമ്പിട്ട് തന്നെയാണ് സ്റ്റേഡിയം നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുമായിട്ട് ഇവര് പോകുന്നതും മെസ്സിയെ ഞങ്ങൾ കൊണ്ടുവരുമെന്നുള്ള വലിയ വാഗ്ദാനങ്ങൾ നമുക്കറിയാം. ചീറ്റി പോകുന്നല്ല. മെസ്സി എന്ന് പറയുന്ന ഒരു താരം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അത് കേരളത്തിലെ കായിക മേഖലയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വലിയൊരു ഉത്തേജനമായിരിക്കും. കാരണം മെസ്സി എന്ന് പറയുന്ന ഒരു താരം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും അറിയപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ഒരു കായിക താരം നമ്മുടെ നാട്ടിൽ വന്ന് കളിക്കുക എന്ന് തന്നെ പറയുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അഭിമാനമാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ പക്ഷേ നടക്കാത്ത കാര്യം, അല്ലെങ്കിൽ നടക്കുമെന്ന് ഒരു ഉറപ്പില്ലാത്ത കാര്യത്തെ ഇത്രയും വലിയൊരു വാഗ്ദാനം നൽകി അവിടെയാണ് വിഷയം. അവിടെ വന്നിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് മെസ്സിയുടെ പേരിൽ വലിയ രീതിയിലുള്ള അഴിമതികൾക്ക് ശ്രമിച്ചു, അല്ലെങ്കിൽ മെസ്സിയുടെ പേരിൽ എന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം ഇതിനകത്തിരിക്കുന്ന കാണികൾക്കിരിക്കുന്ന സീറ്റ് പോലും പാവങ്ങൾക്ക് കളി കാണണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളിലൊക്കെയാണ് ചില വിഷയങ്ങൾ വരുന്നത്. പാവങ്ങൾക്ക് ഇവിടെ കളി കാണണ്ടേ എന്നുള്ള ചില സംശയങ്ങളുണ്ട്. നമുക്കറിയാം 1 കോടി രൂപ 50 ലക്ഷം രൂപ വരുന്ന സമയത്താണ് ഇതിനകത്ത് വലിയ എന്തൊക്കെയോ, അതായത് സ്റ്റേഡിയം പണിയാനും അതിൻ്റെ ഒരു അവകാശിയായിട്ട് മാറാനുമുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനകത്തുണ്ടാകാൻ പോകുന്ന വലിയ രീതിയിലുള്ള വിഷയങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് പോയി അത് കേരളത്തിൽ മുഴുവൻ ചർച്ചയാകുന്ന ഒരു വിഷയമായിട്ട് മാറി. എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ തന്നെ അന്തർദേശീയ തലത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഇതുവരെ ആരും കാണാത്ത മോഡലിലുള്ള സ്റ്റേഡിയം കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ പറ്റി. അത് തന്നെ ഏറ്റവും വലിയൊരു അഭിമാന നിമിഷമായിരുന്നു.